ഹാപ്പി വിഷു. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം എല്ലാവർക്കും നല്ല തിരക്കായിരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നല്ല തിരക്കാട്ടോ. അലക്കണം, കുളിക്കണം, തേക്കണം, കഴുകണം, തുടയ്ക്കണം, പൊടി തട്ടണം. നാളെ 1-ാം തീയതി അല്ലേ, വിഷു അല്ലേ. അപ്പം പൂജയൊക്കെ ഒരുക്കണേൽ, കണിയൊക്കെ ഒരുക്കണേൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ച് വെക്കുക കേട്ടോ. അപ്പം കുളിക്കാൻ തലയിൽ എണ്ണയും വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച്, പിന്നെ കഞ്ഞിയൊക്കെ അടുപ്പത്ത് കിടപ്പുണ്ട്. രാവിലെ ചായ, ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കും തേങ്ങാവെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വിളക്കും കിണ്ടിയൊക്കെ ഒന്ന് തേച്ച് കഴിക്കും. ഓരോ പണിയും മെല്ലെ മെല്ലെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ വൈകുന്നേരം ആണെങ്കിലും സമാധാനമില്ല കേട്ടോ. നമ്മൾ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സമാധാനമില്ല. ചെയ്യും തോറും പണി കൂടി വരുമോയെന്നൊരു തോന്നൽ. വിഷുവിനൊക്കെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലേ. അങ്ങനെ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ചിട്ടിട്ട് വേണം ഇനി ബാക്കി പണി ചെയ്യാനേ. അപ്പോൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ ഓരോന്ന് ചെയ്യുക. കൃഷ്ണന് മുഖം കഴുകിയിട്ട് പിന്നെ ഞാൻ പൂജാ സെക്ഷന് വൃത്തിയാക്കട്ടെ. കൃഷ്ണനൊക്കെ എല്ലാം നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് നനച്ച് തുടയ്ക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലംബോദരം, വിശാലാക്ഷമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കുളിപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മളൊന്ന് കുളിപ്പിക്കേണ്ടതാട്ടോ. അത് ഞാൻ ഇതൊന്നിങ്ങനെ ഒന്ന് തുടച്ചിട്ട് പിന്നെ നമ്മൾ എന്താണ് പനിനീർ വെള്ളം ഇത് ഉണ്ടാക്കും കേട്ടോ. തുളസിയിലയിട്ട് അത് പിന്നെ നമ്മൾ അതൊന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിലൊന്നൊക്കെ ഇവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം മോൻ വന്നു. മോൻ പറഞ്ഞു അവൻ ഷട്ടിൽ ബാറ്റ് കളിച്ച് നനഞ്ഞ് കുളിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണിക്കൊന്ന പറിക്കാൻ പോകണം. അങ്ങനെ ഇതാ അവൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അവൻ വേർക്കൂലോ. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് പോയി കണിക്കൊന്ന പറിക്കാം. അപ്പോൾ അവൻ കൂടരഞ്ഞിലും പോകണം കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് കണിക്കൊന്ന പൂവൊക്കെ പറിച്ചു കേട്ടോ. മഴയായതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള കണിക്കൊന്നയൊക്കെ കിട്ടി കേട്ടോ. താഴെ നിന്ന് അടർത്തിയെടുക്കായിരുന്നു. അതൊക്കെ പറിച്ച് അപ്പോഴത്തേക്കും മോൻ അങ്ങാടി പോയി സാധനമൊക്കെ മേടിച്ച് വന്നു. ഞാനും കൂടി ടപ്പേന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ആകാശം മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറൊന്നും കാണുന്നില്ല കേട്ടോ. എൻ്റെ കാര്യം എൻ്റെ മൊബൈൽ ഓണായിരുന്നു, ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ ആകാശവും ഭൂമിയും പാതാളമൊക്കെ കണ്ടത് കേട്ടോ. അതൊക്കെ വഴി ഞങ്ങൾ വേഗം വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ജോലി തുടർന്നു കേട്ടോ. അപ്പം ഞാൻ ഇട്ടിരുന്ന നൈറ്റി ഞാൻ മാറ്റി, പുറത്ത് പോകുമ്പം ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ആ നൈറ്റി മാറ്റി. ഇത് മുഴുവൻ നനഞ്ഞു കേട്ടോ, രാവിലെ മുതൽ പണിയല്ലേ. പിന്നെ ഞാൻ വീണ്ടും ആ നൈറ്റി എടുത്തിട്ടു, പിന്നെ എൻ്റെ പണി തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലായിടും ഒന്ന് തുടച്ചു, ജനലൊക്കെ ഒന്ന് കൊട്ടിയെടുക്കണം, പൊടി തട്ടണം, എന്നിട്ട് വേണം തുടയ്ക്കാൻ. 2-3 പ്രാവശ്യമായിട്ട് തുടയ്ക്കണം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വിഷു ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.